കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. അതിനാൽ തന്നെ ഭാവിയിൽ ദേശീയപാതകളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം പ്രാവർത്തികമാക്കാനാണ് ഒരുങ്ങുന്നത്. വരുന്ന ഡിസംബറിനുള്ളിൽ ദേശീയപാതയിലെ 5000 കിലോമീറ്റർ ദൂരം ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര മന്ത്രാലയം തയ്യാറെടുക്കുന്നത്. തുടർന്ന് പൈലറ്റ് അടിസ്ഥാനത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തോടെ 5000 കിലോമീറ്റർ പ്രദേശത്ത് ആരംഭിക്കാൻ പോകുന്ന പദ്ധതിക്ക് വേണ്ട പരിഷ്കാരങ്ങൾ രാജ്യവ്യാപകമായി തന്നെ നടപ്പിലാക്കുമെന്നാണ് വിവരങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കുണ്ടും കുഴിയും നിറഞ്ഞ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല. നല്ല സേവനമല്ല നൽകുന്നതെങ്കിൽ പണം ഈടാക്കരുത്. റോഡുകളുടെ അവസ്ഥ മോശമാകുമ്പോൾ നിരവധി പരാതികൾ ലഭിക്കും. സോഷ്യൽ മീഡിയയിലും നിരവധി പോസ്റ്റുകൾ കാണാം. നല്ല ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനുമായില്ലെങ്കിൽ ടോൾ പിരിക്കരുത്. റോഡ് പണി അവസാനിപ്പിക്കുമ്പോഴേക്കും ടോൾ പിരിക്കാൻ തിടുക്കം കൂട്ടുന്നത് അവസാനിപ്പിക്കണം. അടുത്ത സാമ്പത്തിക വർഷം മുതൽ 5000 കിലോമീറ്റർ ദൂരത്തിൽ സാറ്റലൈറ്റ് ടോൾ പിരിവാണ് ഏർപ്പെടുത്തുക. നാഷണൽ ഹൈവേ ഏജൻസികളുടെ ഫീൽഡ് ഓഫീസർമാർ ജനങ്ങളോട് മൃദുവായി പെരുമാറണമെന്നും റോഡ് നിർമ്മാണത്തിന്റെ കാലതാമസം കൊണ്ടുണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും പരാതികൾ പരിഹരിക്കാനും സംവിധാനം ഉണ്ടായിരിക്കണമെന്നാണ് ഗഡ്കരി കൂട്ടിച്ചേർത്തത്. അതേസമയം ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ഗതാഗത രംഗത്തെ ആധുനീകരിപ്പിക്കുന്നതിനൊപ്പം തന്നെ റോഡിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നടന്ന അന്താരാഷ്ട്ര വർക്ക്ഷോപ്പിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. നിലവിൽ 12.7 കോടി വാഹനങ്ങളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 9 കോടി വാഹനങ്ങളിൽ മാത്രമേ ഫാസ്ടാഗ് ഉള്ളൂ. കാൽഭാഗം വാഹനങ്ങൾക്കും ഫാസ്ടാഗ് ഇല്ല എന്നത് തന്നെയാണ് ഇതിനർത്ഥം. കുറച്ചാളുകൾ ടോൾ പിരിവിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടുന്നുണ്ട്. ഇവരെ കണ്ടെത്താനും ടോൾ വരുമാനത്തിലെ ചോർച്ചയടയ്ക്കാനും പുതിയ സംവിധാനത്തിനാകും. 10,000 കോടി രൂപയെങ്കിലും അധികമായി സർക്കാരിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, തടസ്സമില്ലാത്ത ടോൾ പിരിവിനായി സ്വീകരിക്കേണ്ട ചില രീതികളൊക്കെ ഉണ്ട്. അതായത് മുൻകരുതൽ എന്നിവ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരുമായി ചർച്ച ചെയ്യാനാണ് ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദശാബ്ദത്തിനിടെ രാജ്യത്തെ റോഡ് ശൃംഖല വലിയ രീതിയിൽ വികസിച്ചുവെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ ചരക്ക് നീക്കത്തിന്റെ 70% ദേശീയപാതകളിലൂടെയാണ്. പുതിയ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത് സാമ്പത്തിക രംഗത്തിന് ഊർജ്ജം നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് തടസ്സമില്ലാത്ത ടോൾ അനുഭവം ലഭിക്കും. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു സംവിധാനം വന്നാൽ സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതി. അതായത് GNSS അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകാൻ കഴിയുന്ന തരത്തിലാണ് ഇലക്ട്രോണിക് ടോൾ പിരിവ് ഏർപ്പെടുത്തുന്നത്. നിലവിൽ വാഹനങ്ങളിൽ പതിപ്പിച്ചുള്ള ഫാസ്ടാഗിനൊപ്പം പദ്ധതി നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. ടോൾ പ്ലാസകളിൽ GNSS അധിഷ്ഠിത ടോൾ ടാഗുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക വരി ഏർപ്പെടുത്തും. ക്രമേണ ഭൂരിപക്ഷം വരികളും ഈ സംവിധാനത്തിലേക്ക് മാറ്റും. അതായത് വലിയ മാറ്റം തന്നെയാണ് ആധുനിക രംഗത്ത് ടോൾ പിരിവ് സംവിധാനത്തിലൂടെ വരുന്നത്. അതായത് ചരക്ക് യാത്രാ വാഹനങ്ങളുടെ സഞ്ചാരം ഇതിലൂടെ സുഗമമാക്കും. സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകിയാൽ മതിയെന്നതും തടസ്സമില്ലാത്ത സേവനം ടോൾ ബൂത്തിൽ ലഭ്യമാകും എന്നതും പദ്ധതിയെ ജനപ്രിയമാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ടോൾ നൽകാതെ മുങ്ങുന്നവരെ പിടിക്കാൻ പോലും ഈ പദ്ധതിക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.